ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല. എൻ്റെ 100 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 50th ഡേയിലേക്ക് നമ്മൾ അടുത്തേക്കാണ്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തിട്ട് 50th ഡേ തൊട്ട്, അതായത് ഇന്ന് എൻ്റെ 48ാമത്തെ ദിവസമാണ്. അപ്പം 50ാമത്തെ ദിവസം തൊട്ട് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്നതായിരിക്കും, കുറേ പേരൊക്കെ ഇപ്പോൾ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ചെറിയ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ടൈം ഒന്ന് മാറ്റി പിടിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. അപ്പം ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് 16:8 എന്നുള്ളൊരു സൈക്കിളാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യും, 8 മണിക്കൂറാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കഴിവതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 6 മണി 6:30 എന്നുള്ള രീതിക്ക് നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം 16 മണിക്കൂർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫാസ്റ്റിംഗ് എടുത്തിട്ട് രാവിലെ ഒരു 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ 8 hours കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യുക. ഈ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം, പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ ഡോക്ടറിന്റെ ഒരു സജഷനോട് എടുക്കുക. കാരണം നിങ്ങൾക്ക് മെഡിസിന്റെ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പം നമുക്കൊരു പെട്ടെന്നൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കഴിക്കുന്ന ടൈമിൽ എന്തും കഴിക്കാമെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പെപ്സി, കൊക്കക്കോള അങ്ങനെയുള്ള സംഭവങ്ങൾ, KFC, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോർഷൻ, അതായത് റൈസ് കൂട്ടി നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ റൈസ് എടുത്തോ. റൈസിന്റെ കൂടെ തന്നെ വെജീസ്, ഫ്രൂട്ട്സ്, പിന്നെ പ്രോട്ടീനായിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം, ഫിഷ് എടുക്കാം, പിന്നെ അതുപോലെ തന്നെ എഗ് എടുക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. റെഡ് മീറ്റ് ഒഴിവാക്കിയാലും നല്ലതായിരിക്കും. പിന്നെ പൾസസ്, പയറ്, പരിപ്പ്, കടല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ഒരുപാട് ഹെൽത്തിനെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പം ഞാൻ ഓർത്തു, ഇനി ഇത്രയും ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു നോർമൽ ഡയറ്റ് അല്ലേ, ഇനി ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് ഓർത്തിട്ട് 50th ഡേ തൊട്ട്, അതായത് നാളെ കഴിഞ്ഞ് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആർക്കെങ്കിലും ഒക്കെ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഡെയിലി ഇനിയിപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിന്റെ ഷോർട്സും ചെയ്യും. അതിനൊപ്പം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡേ 1 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വെയിറ്റ്, എത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫുഡിനൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുക, ഉറക്കം, ഇത് രണ്ടും മസ്റ്റാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഡയറ്റ് എടുത്തുകൊണ്ട് മാത്രം വണ്ണവും കുറയത്തില്ല. ചിലരുടെ ബോഡി കുറയായിരിക്കാം, പക്ഷേ എൻ്റെ ബോഡി ഡയറ്റ് എടുത്തുകൊണ്ട് മാത്രം കുറയത്തില്ല. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടക്കുക, അതൊക്കെ തന്നെ മതി. നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആയിരുന്നാൽ മതി. അപ്പം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നടക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഒരു പെട്ടെന്ന് ഒരു റിസൾട്ട്, നല്ലൊരു റിസൾട്ട് ചേഞ്ച് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരുപാട് പേരുടെ, നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയാം, നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നമുക്ക് വേറൊരു ഇതും കുടിക്കാനൊന്നും പറ്റത്തില്ല. പ്ലെയിൻ ആയിട്ടുള്ള വാട്ടർ കുടിക്കാം, അല്ല ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കോഫി കുടിക്കാം. അതിനകത്ത് കോഫി പൗഡർ കുറച്ച് ചേർക്കുക. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരിന്റെ വെള്ളം കുടിക്കാം, അത് കുറച്ച് കുടിക്കാം. അതുപോലെ ഗ്രീൻ ടീ കുടിക്കാം. അതിനേലും നല്ലത് നമ്മൾ പ്ലെയിൻ വാട്ടർ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കഴിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ 10 മണിക്കാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബദാം കഴിക്കാം, അല്ലെങ്കിൽ ചിയാ സീഡിന്റെ വാട്ടർ കഴിക്കാം, ഇല്ലെങ്കിൽ ഗോൾഡൻ ടീ എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ മഞ്ഞൾ പാലിനകത്ത് ഇട്ടിട്ട് അത് കുടിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ സീഡോ അല്ലെങ്കിൽ വാൾനട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം 20 to 25 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ വേണം നമ്മൾ ആ ഒരു ഈറ്റിംഗ് വിൻഡോയും കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഫാസ്റ്റിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അപ്പം ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വളരെ ചുരുക്കിയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എൻ്റെ ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. ചിലപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവാത്തവരുണ്ടാവും. അപ്പം അവർക്കൊരു ജസ്റ്റ് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിൽ നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പം എനിക്കൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.